ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു കൂൺ മസാലയാണ്. അപ്പോൾ ഞാനിന്നിവിടെ പെപ്പർ മസാലയാണ് റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അത് പ്രസ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇതിലോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പച്ചമുളക് 2 എണ്ണം നടുവിൽ കീറിയിട്ട് 2ആയി മുറിച്ചതാണ്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലോട്ട് തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് എണ്ണയിൽ കിടന്നൊന്ന് പൊട്ടുന്ന സമയം മതി, അത്രയേ ഉള്ളൂ. ആ ടൈം ആകുമ്പോൾ നമുക്കിതിലോട്ട് ചെറിയ ഉള്ളി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഇതിലോട്ട് 2 വെളുത്തുള്ളി കൂടെ ചേർത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇവിടെ ഞാൻ അത്യാവശ്യം എടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു കൈപ്പിടി നിറയെ ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയുള്ളി മാത്രം ആവേണ്ട വിചാരിച്ചിട്ട് ഒരു 2 ഗാർലിക്ക് കൂടെ ചേർത്തുന്നേ ഉള്ളൂ. ഇത് നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ മാത്രം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളെപ്പോഴും കൂൺ മസാല ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ് ചെറിയുള്ളി ചേർത്തിട്ടുണ്ടാക്കുമ്പോഴാണ്. വലിയുള്ളി ചേർക്കണേക്കാട്ടിലൊക്കെ ഒരുപാട് ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ടൊരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലോട്ട് ഞാൻ കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു കൂണ് കഴുകി വാരി വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് എൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്, കുറച്ച് സമയം അങ്ങനെ വെച്ചത് കൊണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പാകത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കൂണിൽ നിന്ന് തനിയെ വെള്ളം ഇതിൽ ഇറങ്ങും. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് നന്നായിട്ട് കുക്കായിക്കോളും. പെട്ടെന്ന് തന്നെ വേവുന്ന ഒന്നാണല്ലോ, അപ്പോൾ അധിക സമയം എടുക്കില്ല. മസാല എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ കിടന്ന് പതുക്കെ ഇങ്ങനെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ അത് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്, നല്ലോണം ചുങ്ങിയിട്ടുണ്ട് കൂണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി ഇതിലോട്ട് ലാസ്റ്റായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കണോ. എൻ്റെ മോനിക്ക് ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അവനക്ക് ഒരുപാട് ഇഷ്ടമാണ് മഷ്റൂം. അപ്പോൾ അവനൊന്ന് ടേസ്റ്റ് ചെയ്യുന്നതാണ്. അവൻ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂട്ടത്തിൽ എന്നെയും മറക്കരുത്, എൻ്റെ ചാനലും മറക്കരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ഉടനെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.